Hello students, 4th Sem MCOM Strategic Financial Management question paper ആണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഡീൽ ചെയ്തത്. ഈ വീഡിയോയിലും അതിൻ്റെ കണ്ടിന്യൂവേഷൻ തന്നെയാണ് കേട്ടോ. അതിൽ തേർഡ് ക്വസ്റ്റ്യൻ ആണ് ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത്. ഫസ്റ്റും സെക്കൻഡും അതിന് മുമ്പിലത്തെ രണ്ട് വീഡിയോയിലുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കാണാം. എന്താണ് കണ്ടിട്ട് വല്ല ഡൗട്ട്സുകളും ഉണ്ടെങ്കിലും ചോദിക്കാൻ മറക്കരുത് കേട്ടോ. ഇനി തേർഡ് ക്വസ്റ്റ്യൻ നമുക്ക് ഇവിടെ നിന്ന് നോക്കാം. തേർഡ് ക്വസ്റ്റ്യൻ ഇതാണ്, അഥവാ പാർട്ട് ബിയിലെ 10th ക്വസ്റ്റ്യൻ. അതിൽ ഫോളോയിങ് ഫിഗേഴ്സ് ആർ എക്സ്ട്രാക്റ്റഡ് ഫ്രം കമ്പനി റെക്കോർഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ളതാണ് ക്വസ്റ്റ്യൻ. പ്രോഫിറ്റ് നോക്കിയേ തന്നിരിക്കുന്നത്. പ്രോഫിറ്റ് ബിഫോർ ടാക്സ് 2.5 crore, ടാക്സ് റേറ്റ് 40%, റിട്ടൻഷൻ റേഷ്യോ 40%, number of outstanding shares 50 lakh, equity capitalization rate 12%, rate of return on investment 15%. ഇത്രയും ഡാറ്റ തന്നിട്ടുണ്ട്. എന്നിട്ട് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് നോക്കിയേ, വാട്ട് ഷുഡ് ബി ദ മാർക്കറ്റ് പ്രൈസ് പെർ ഷെയർ അക്കോർഡിംഗ് ടു ഗോർഡൻസ് മോഡൽ. ഗോർഡൻസ് മോഡൽ വെച്ചിട്ട് മാർക്കറ്റ് പ്രൈസ് എത്രയാവും എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ഏത് ചാപ്റ്ററിലാണ്? ഡിവിഡൻഡ് പോളിസി എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ തന്നെയാണ്. ഇതേ എന്താണ് ഡിവിഡൻഡ് പോളിസി എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ ഒരു ക്വസ്റ്റ്യനാണ് നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ ഡീൽ ചെയ്തിരിക്കുന്നത്. ഈ പാർട്ട് 1 എന്താണ്, അല്ലെങ്കിൽ പാർട്ട് ബിയിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ ഡീൽ ചെയ്തിരിക്കുന്നത് ഇതേ ചാപ്റ്ററിൽ തന്നെയാണ്. അപ്പോൾ ഈ ചാപ്റ്ററിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലായോ? ഈ കൊല്ലത്തെ ഈ 2022 ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ ചാപ്റ്ററിൽ നിന്ന് 2 ക്വസ്റ്റ്യൻ നമുക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, പ്രോബ്ലം ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഒന്ന് വാൾട്ടേഴ്സ് മോഡലാണെങ്കിൽ രണ്ടാമത്തെ ഗോർഡൻസ് മോഡലാണ്. അപ്പോൾ ശ്രദ്ധിച്ച് ആ ചാപ്റ്റർ പഠിച്ചിട്ട് വേണം പോകാൻ. അപ്പോൾ എന്താണ് ഗോർഡൻസ് മോഡലിൽ ഈ മാർക്കറ്റ് പ്രൈസ് കണ്ടുപിടിക്കണമെങ്കിൽ ഇക്വേഷൻ എന്താണെന്ന് ആദ്യം അറിയണം. അപ്പോൾ നമ്മൾ എന്താണ് ഇക്വേഷൻ ആദ്യം നോട്ട് ചെയ്ത് വെക്കണം. എന്താ മാർക്കറ്റ് പ്രൈസിൻ്റെ ഇക്വേഷൻ? മാർക്കറ്റ് പ്രൈസ് ഗോർഡൻസ് മോഡൽ പ്രകാരം മാർക്കറ്റ് പ്രൈസ് ഈക്വൽ ടു, ആ ഇക്വേഷൻ നമ്മുടെ മനസ്സിലുണ്ടാവണം കേട്ടോ. എന്നാലേ എന്താണ് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. ഈ എന്താണ് മാർക്കറ്റ് പ്രൈസ് ഈക്വൽ ടു ഇ ഇൻറ്റു 1 - ബി ഡിവൈഡഡ് ബൈ കെ ഇ എന്നാണ് -BR ആണ്. ഇതാണ് നമ്മുടെ മാർക്കറ്റ് പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ. ഏത് മോഡൽ പ്രകാരം? ഗോർഡൻസ് മോഡൽ പ്രകാരം. ഓക്കെ, അപ്പോൾ ആ ഇക്വേഷൻ നമ്മുടെ മനസ്സിൽ ഉണ്ടാവണം. ആ ഇക്വേഷനിലേക്ക് വേണ്ട ഡാറ്റയാണ് ഇനി നമുക്ക് ക്വസ്റ്റ്യനിൽ നോക്കിയിട്ട് എന്താണ് ശേഖരിക്കേണ്ടത്. അപ്പോൾ ക്വസ്റ്റ്യനിൽ നമുക്കൊന്ന് നോക്കിയാലോ എന്തൊക്കെ ഡാറ്റ ഉണ്ടെന്ന്. അപ്പോൾ നമുക്ക് എന്തല്ല ഇക്വേഷനിൽ ആദ്യം വേണ്ടത് എന്താ? ഇ എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്കറിയണം. ഇ എന്ന് പറയുന്നത് ഏണിങ്സ് പെർ ഷെയർ ആണ്, EPS ആണ്. ഇ എന്ന് പറയുന്നത് EPS ആണ്. ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടോ നോക്കിയേ. EPS എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇത് എന്താണ് എമൗണ്ട് നമുക്ക് തന്നിട്ടില്ല, പക്ഷെ അത് കണ്ടുപിടിക്കാനുള്ള എന്താണ് ഡാറ്റ നമുക്ക് തന്നിട്ടുണ്ട്. മനസ്സിലായോ? അപ്പോൾ അത് നമുക്ക് നോക്കാം കേട്ടോ. ഡാറ്റ നമുക്ക് കണ്ടുപിടിക്കാം. തന്നിട്ടുള്ള അടുത്ത കാര്യങ്ങളുണ്ടെങ്കിൽ അത് ആദ്യം എഴുതാം. ഓക്കെ, രണ്ടാമത് തന്നിരിക്കുന്നത് നോക്കിയേ, റിട്ടൻഷൻ ബി എന്ന് പറയാം. 1 - ബി ആണ്. ബി എന്ന് പറയുന്നത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. റിട്ടൻഷൻ പോർഷനെയാണ് നമ്മൾ ബി എന്ന് പറയുന്നത്. ആ ബി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. റിട്ടൻഷൻ റേഷ്യോ എത്രയാണ്? 40%. ബി ഈക്വൽ ടു 40% ആണ്. ഓക്കെ, അത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ റിട്ടൻഷൻ റേഷ്യോനെ പറയുന്ന പേരാണ് ബി. അത് 40% തന്നിട്ടുണ്ട്. പിന്നെ അടുത്ത തന്നിരിക്കുന്നത് നോക്കി, ഇക്വിറ്റി ക്യാപിറ്റലൈസേഷൻ റേറ്റ് KE എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇക്വിറ്റി ക്യാപിറ്റലൈസേഷൻ റേറ്റ് ആണ്. KE തന്നിട്ടുണ്ട്. അത് 12% ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഇനി റേറ്റ് ഓഫ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്, അതിനെ നമ്മൾ പറയുന്ന പേരാണ് R തന്നിട്ടുണ്ട്. 15% തന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ EPS തന്നിട്ടില്ല, ബാക്കി എല്ലാ ഡാറ്റകളും തന്നിട്ടുണ്ട്. EPS കണ്ടുപിടിക്കാൻ എന്തൊക്കെ തന്നിട്ടുണ്ട്? പ്രോഫിറ്റ് ബിഫോർ ടാക്സ് തന്നിട്ടുണ്ട്. പ്രോഫിറ്റ് ബിഫോർ ടാക്സ് തന്നിട്ടുണ്ട്. എത്രയാണ് പ്രോഫിറ്റ് ബിഫോർ ടാക്സ് തന്നേക്കണത്? 2.5 crores തന്നിട്ടുണ്ട്. ഓക്കെ, പിന്നെ എന്ത് തന്നിട്ടുണ്ട്? ടാക്സ് റേറ്റ് തന്നിട്ടുണ്ട്. എത്രയാണ് ടാക്സ് റേറ്റ് തന്നേക്കണത്? 40% തന്നിട്ടുണ്ട്. ഓക്കെ, ഇത്രയും എക്സ്ട്രാ എന്താണ്. പിന്നെ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസും തന്നിട്ടുണ്ട്. നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് ഔട്ട്സ്റ്റാൻഡിങ് എത്ര തന്നിട്ടുണ്ട്? 50 lakh തന്നിട്ടുണ്ട്. ഓക്കെ, ഇത്രയും ഡാറ്റ നമുക്ക് ക്വസ്റ്റ്യനിൽ എക്സ്ട്രാ തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഡാറ്റ വെച്ചിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? EPS കണ്ടുപിടിക്കാം. എന്താ EPSൻ്റെ ഇക്വേഷൻ? EPS ഏണിങ്സ് പെർ ഷെയർ ഈക്വൽ ടു എന്താണ് ഏണിങ്സ് ആഫ്റ്റർ ടാക്സ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഷെയർസ് ആണ്. ഓക്കെ, ഏണിംഗ് ആഫ്റ്റർ ടാക്സ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഷെയർസ് ആണ്. അപ്പോൾ ഏണിംഗ് ആഫ്റ്റർ ടാക്സ് എങ്ങനെ കണ്ടുപിടിക്കാം? ഏണിംഗ് ബിഫോർ ടാക്സ് തന്നിട്ടുണ്ടല്ലോ, എന്നാൽ ടാക്സ് കുറച്ചാൽ ഏണിംഗ് ആഫ്റ്റർ ടാക്സ് ആയില്ലേ? ഓക്കെ, അപ്പോൾ ഏണിംഗ് ആഫ്റ്റർ ടാക്സ് കണ്ടുപിടിക്കാം. അതിന് ശേഷം നമ്പർ ഓഫ് ഷെയർസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് EPS കിട്ടും. അപ്പോൾ ഏണിങ്സ് ബിഫോർ ടാക്സ് എത്രയാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കണേ നോക്കിയേ. ഏണിങ്സ് ബിഫോർ ടാക്സ് തന്നിരിക്കുന്നത്
അഥവാ പ്രോഫിറ്റ് ബിഫോർ ടാക്സിനെ പറയുന്ന വേറൊരു പേരാണ് ഏർണിങ്സ് ബിഫോർ ടാക്സ്. അത് 2.5 crores ആണെന്ന് തന്നിട്ടുണ്ട്. 2.5 അതൊന്ന് ലെസ് എന്ത് കുറച്ചാൽ മതി, നമുക്ക് ടാക്സ് അങ്ങോട്ട് കുറച്ചാൽ മതി. ടാക്സ് എത്ര പെർസെൻറ്റേജാണ്? 40%. അപ്പോൾ 2.5ൻ്റെ 40% എന്ന് പറഞ്ഞാൽ എത്ര വരും നോക്കിയേ? 1 വരും. ഓക്കെ, അപ്പോൾ 2.5ൻ്റെ 40% എന്നാണ് 2.4 എന്താണ് 5 into 40%. ഒന്നും കൂടി നോക്കിയേ, 1 തന്നെയാണ്. അപ്പോൾ 1 വരും. അതങ്ങോട്ട് കുറച്ചപ്പോൾ 1.5 നമുക്ക് ക്രോറാണ് നമ്മുടെ ഏർണിങ്സ് ആഫ്റ്റർ ടാക്സ് വരണത്. ക്ലിയർ ആയോ? ഏർണിംഗ് ആഫ്റ്റർ ടാക്സ് എത്രയാണെന്ന് മനസ്സിലായോ? 1.5 ആണ് വന്നത്. അപ്പോൾ അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്പർ ഓഫ് ഷെയർസ് ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ലേ? നമ്പർ ഓഫ് ഷെയർസ് 50 lakh ആണെന്ന് തന്നിട്ടുണ്ട്. 50 lakh എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.5 crore അല്ലേ? അപ്പോൾ നമുക്ക് അത് വെച്ചിട്ടൊന്ന് ചെയ്താലോ? അപ്പോൾ ഇവിടെ 50 lakh ഈക്വൽ ടു ഒന്നും കൂടി എഴുതണോ 0.5 crore ആണ് കേട്ടോ. അപ്പോൾ എന്താണ് അത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നോക്കിയേ, EPS ഈക്വൽ ടു EAT അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് 1.5 crores ഡിവൈഡഡ് ബൈ 0.5 crore. ഓക്കെ, അപ്പോൾ എത്ര കിട്ടി? 3 കിട്ടി. ഓക്കെ, അപ്പോൾ EPS നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റില്ലേ? 1.5 ഡിവൈഡഡ് ബൈ 0.5 എന്ന് പറഞ്ഞാൽ 3 കിട്ടി. അപ്പോൾ EPS നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്ത് കഴിഞ്ഞു. ക്ലിയർ ആയോ? ഇനി നമുക്ക് നമ്മുടെ ഇക്വേഷനിലേക്ക് ഈ ഡാറ്റകളൊക്കെ നമുക്ക് ഉപയോഗിക്കാം അല്ലേ? അപ്പോൾ നമുക്ക് ഇക്വേഷനിൽ യൂസ് ചെയ്തിട്ട് നമുക്ക് മാർക്കറ്റ് പ്രൈസ് എത്രയാണെന്ന് കണ്ടുപിടിച്ചാലോ? അപ്പോൾ നമ്മൾ ഇക്വേഷനിലേക്ക് യൂസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇക്വേഷനിലേക്ക് നമ്മൾ യൂസ് ചെയ്യുന്നു. എന്താ? മാർക്കറ്റ് പ്രൈസ് ഈക്വൽ ടു ഇ എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്ക് കിട്ടി ഇത്രയാണ് 3 ആണ്. 3 into 1 മൈനസ് ബി എന്ന് പറയുന്നത് റിട്ടൻഷൻ റേഷ്യോ ആണ്. അത് 40% എന്ന് പറഞ്ഞാൽ 0.40. ഓക്കെ, ഡിവൈഡഡ് ബൈ KE എത്രയാണ്? 12%. അപ്പോൾ 0.12. ഓക്കെ, മൈനസ് ബി എത്രയാണ്? എന്താണ് 40% ആണ്. അപ്പോൾ 0.40 എന്താണ് ഇൻറ്റു ആർ എത്രയാണ്? 0.15. ക്ലിയർ ആയോ? അപ്പോൾ 3 into 1 minus 0.40 എന്ന് പറഞ്ഞാൽ 0.60 ഡിവൈഡഡ് ബൈ 0.12 മൈനസ് എന്നാണ് നമ്മുടെ 0.4 എന്നാണ് 4 into 0.15. അപ്പോൾ 0.06. ഓക്കെ, ഇനി അപ്പോൾ 3 into 0.60. ഓക്കെ, അതായത് 1.8 ഡിവൈഡഡ് ബൈ എത്രയാ? 0.12 മൈനസ് 0.06. ദാറ്റ് ഈസ് 0.06. ഓക്കെ, അപ്പോൾ എത്രയാണ് നോക്കാം? 1.8 ഡിവൈഡഡ് ബൈ 0.06 ഈക്വൽ ടു 30. അപ്പോൾ 30 രൂപയാണ് നമ്മുടെ മാർക്കറ്റ് പ്രൈസ് വരിക. ക്ലിയർ ആയോ? ഇതാണ് നമ്മുടെ ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ മാർക്കറ്റ് പ്രൈസ് അണ്ടർ ഗോർഡൻസ് മോഡൽ ₹30. ക്ലിയർ ആയി എന്ന് ഞാൻ വിചാരിക്കണം.